ഹലോ ഇൻവെസ്റ്റേഴ്സ്, എല്ലാവർക്കും ക്യാപ്സ്റ്റോക്കിൻ്റെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. ഇന്ന് ക്യാപ്സ്റ്റോക്കിൻ്റെ റിസർച്ച് ടീം റെക്കമെൻഡ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെറിറ്റേജ് ഫുഡ്സ് ലിമിറ്റഡിൻ്റെ ഷെയറുകളാണ്. ഇപ്പോൾ കമ്പനിയുടെ ഷെയർ 490 രൂപയ്ക്കാണ് ഇപ്പോൾ ട്രാൻസാക്ഷൻ നടക്കുന്നത്. എന്നാൽ നമ്മുടെ ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 550 രൂപയാണ്. ഇതിൻ്റെ ഹോൾഡിംഗ് പീരീഡ് 3 മാസത്തേക്കാണ്. അത് കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 1992 ഇന്നത്തെ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡു സ്ഥാപിച്ച കമ്പനിയാണ്. ഹൈദരാബാദ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഈ കമ്പനി കർഷകരിൽ നിന്ന് ഡയറക്റ്റായിട്ട് മിൽക്ക് കളക്ട് ചെയ്യുകയും അതിനെ പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പ്രോസസ്സ് ചെയ്ത് മൂല്യവർദ്ധിത പ്രോഡക്റ്റുകൾ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പനീർ, ഗീ, ഫ്ലേവർഡ് മിൽക്ക്, അങ്ങനെ ഒത്തിരി മൂല്യവർദ്ധിത പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയാണ്. ഏകദേശം 3000-ഓളം കളക്ഷൻ യൂണിറ്റുകൾ കമ്പനിക്കുണ്ട്. കമ്പനിയുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും സൗത്ത് ഇന്ത്യയിലും ഡൽഹിയും പിന്നെ മഹാരാഷ്ട്രയുടെ ചില പ്രദേശങ്ങളിലുമാണ് കമ്പനിയുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത കമ്പനിയുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് പ്ലാന്റുകളും പിന്നെ കോൾഡ് ചെയിൻ, അത് ഈ മേഖലയിൽ ഈ ഫുഡ് പ്രോസസ്സിംഗ്, പ്രത്യേകിച്ച് പാൽ പ്രോസസ്സ് ചെയ്യുന്ന മേഖലയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കോൾഡ് ചെയിൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ. ആ ഒരു ഫെസിലിറ്റി ഈ കമ്പനിക്കുണ്ട്. അതുകൂടാതെ തന്നെ കമ്പനിയുടെ വരുമാനം, സെയിൽസ് റവന്യൂയിൽ അധികമായി വരുന്നത് പാലിൽ നിന്നാണെങ്കിൽ കമ്പനി അടുത്ത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഇത് കമ്പനിക്ക് കൂടുതൽ ലാഭം നേടിത്തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ അതിന് ഉദാഹരണമായി കമ്പനിയുടെ ഈ അടുത്ത കാലത്തെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ 60% മുമ്പ് കാലത്തിൽ 60% കൂടുതൽ ഉണ്ടായിരുന്ന പാലിൽ നിന്നുള്ള റവന്യൂ ഇപ്പോൾ 60% എത്തിയിട്ടുണ്ട്. കൂടാതെ 40%-ഓളം ഇതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള വരുമാനം കിട്ടുന്നുണ്ട്. ഈ പ്രവണത തുടരുകയാണെങ്കിൽ കമ്പനിക്ക് കൂടുതൽ ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൂടാതെ കമ്പനി ഈ അടുത്തതായി ഗെറ്റവേ എന്ന് പറയുന്ന ഒരു ഐസ്ക്രീം ബ്രാൻഡ് അക്യൂർ ചെയ്യാൻ പോവുകയാണ്. ഇത് കൂടുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിൽ ഒരു വാല്യൂ ആയിട്ടായിരിക്കും കമ്പനിക്ക് വന്നിട്ട് ഒരു കൂടുതൽ റവന്യൂ ഇതിൽ നിന്ന് കിട്ടും. അതുകൂടെ തന്നെ ഈ അടുത്ത കാലത്തുണ്ടായ GST-യിലൂടെ മാറ്റങ്ങൾ, ഇത് കമ്പനിയുടെ മൂല്യവർദ്ധിത പ്രോഡക്റ്റുകളുടെ നികുതി കുറയ്ക്കുകയും ഇത് കൂടുതൽ കൺസംഷൻ കൂട്ടുകയും ഇത് കമ്പനിക്ക് കൂടുതൽ വരുമാനം നേടിക്കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സീ യു നെക്സ്റ്റ് ടൈം.